വാർത്തകളിലേക്ക് തിരികെ വരുമ്പോൾ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് അധികാർ യാത്രയുടെ ഭാഗമാകാൻ എൻഡിഎ ഇതര മുഖ്യമന്ത്രിമാർ കൂടി തയ്യാറെടുക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനും വരും ദിവസങ്ങളിൽ റാലിയുടെ ഭാഗമാകും. യാത്ര 7ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. വിവരങ്ങളുമായി എം.ജി. മിഥുൻ ചേരുകയാണ്. എം.ജി. മിഥുൻ, ഈ വോട്ട് കൊള്ള എന്താണെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ രാഹുൽ ഗാന്ധി നയിക്കുന്ന യാത്ര, ആ യാത്രയിലേക്ക് എൻഡിഎയുടെ ഇതര മുഖ്യമന്ത്രിമാർ കൂടി ചേരുമ്പോൾ അത് ജനങ്ങളിൽ ഉണ്ടാക്കുന്ന സ്വാധീനം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കില്ലേ? അനുശ്രീ, തീർച്ചയായും സ്വാഭാവികമായും അത്തരത്തിലുള്ള നീക്കം തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നേരത്തെ തന്നെ അറിയിച്ചതുപോലെ തന്നെ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ യാത്രയുടെ ഭാഗമാക്കിക്കൊണ്ട് വലിയ പിന്തുണ നേടുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ ഈ യാത്ര ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ബീഹാറിന്റെ പല മേഖലകളിലും 10,000-കണക്കിന് ആളുകൾ ഈ യാത്രയുടെ ഭാഗമായി എത്തുന്നു എന്നുള്ളത് തന്നെ വരാൻ പോകുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ RJDക്കും ഒപ്പം തന്നെ കോൺഗ്രസിനും നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ആഗസ്റ്റ് 27-നാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ യാത്രയുടെ ഭാഗമാകുന്നത്. 29-ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എത്തും. ഒപ്പം തന്നെ ആഗസ്റ്റ് 30-ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും യാത്രയെ നയിക്കും. ഒപ്പം തന്നെ അതിനോടൊപ്പം ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, ഒപ്പം തന്നെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗ് സുഖു തുടങ്ങിയവരും ഈ യാത്രയുടെ ഭാഗമാവുകയും ചെയ്യും. അങ്ങനെ പ്രതിപക്ഷ നിരയിലെ പ്രധാനപ്പെട്ട നേതാക്കളെ ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ സെപ്റ്റംബർ 1-നാണ് ഈ യാത്രയുടെ സമാപനം. സെപ്റ്റംബർ 1-ന് പാട്നയിൽ നടക്കുന്ന മഹാറാലിയിൽ മറ്റ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുകയും ചെയ്യും. മുഖ്യമന്ത്രി, അതായത് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ഒപ്പം തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഒക്കെ ഈ യാത്രയുടെ ഭാഗമാകാൻ ക്ഷണം നൽകിയിട്ടുണ്ട്. അവർ എത്തുമെന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയില്ല എങ്കിൽ പോലും തന്നെ ഇവരെല്ലാം തന്നെ പ്രതിപക്ഷത്തിന്റെ ഒരു ഐക്യം നമ്മൾ കാണുകയും ചെയ്താണ്. ഈ ഒരു വോട്ട് ചോരി ആരോപണം വന്നതിന് പിന്നാലെ വലിയൊരു ഐക്യം ഉടലെടുത്തിട്ടുണ്ടായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇത്രയും വലിയൊരു ഐക്യം ഈ ഒരു മുന്നണിക്ക് ഉണ്ടാകുന്നത് ഇതാദ്യമായി നമ്മൾ കാണുകയും ചെയ്തതാണ്. അത്തരത്തിൽ ഈ ഐക്യത്തെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഒപ്പം തന്നെ കോൺഗ്രസിന്റെ തീരുമാനം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ യാത്ര ഒരു വൻ വിജയമാക്കി മാറ്റുക, അതിനുശേഷം മറ്റ് രീതിയിൽ, അതായത് മറ്റിടങ്ങളിൽ കൂടി ഈ യാത്ര വലിയ രീതിയിൽ ഭാഗമാകുക, അല്ലെങ്കിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് നേരിട്ടെത്തി ഈ കാര്യങ്ങൾ ബോധിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെയാണ് ഇതിലൂടെ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. അത് ഒരു പരിധിവരെ എത്താൻ സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന സൂചന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം അവർ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധി നയിക്കുന്ന, ഒപ്പം തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ളവർ നയിക്കുന്ന ഈ യാത്ര അത് ഒരു വിജയമായി തന്നെ കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഇത് വരാൻ പോകുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ നൽകാൻ പോകുന്ന വലിയ ജനപിന്തുണയുടെ ഒരു ചെറിയ സൂചന മാത്രമായി തന്നെയാണ് അവർ ഇത് കണക്കാക്കുകയും ചെയ്യുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു കയറാനാകുമെന്നുള്ള പ്രതീക്ഷ നൽകുന്ന രീതിയിലാണ് യാത്രയെ മുന്നോട്ട് പോകുന്നത്. എന്തായാലും പ്രതിപക്ഷ നിരയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ കൂടി എത്തുമ്പോൾ യാത്രയുടെ, അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന ഈ യാത്രയ്ക്ക് വലിയ ജനപിന്തുണയും അവകാശപ്പെടാൻ സാധിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ മറ്റൊന്ന്, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് എതിരെ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഉള്ള ആഹ്വാനങ്ങൾ, മറ്റ് പ്രതിനിധികളെയും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാക്കളുടെയും ഒക്കെ ഒരു പ്രതികരണം അത് ഈ യാത്രയിലുടനീളം ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും ആഗസ്റ്റ് 26-ന് പ്രിയങ്ക ഗാന്ധിയും ഈ യാത്രയുടെ ഭാഗമാകുമെന്നുള്ള വിവരങ്ങൾ കൂടി ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ പ്രതിപക്ഷ നിരയിലെ എല്ലാ നേതാക്കളെയും, എല്ലാ പ്രമുഖരായിട്ടുള്ള നേതാക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ തീരുമാനം. അനുസരിച്ച് ശരി, രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് അധികാർ യാത്രയുടെ ഭാഗമാകാൻ എൻഡിഎ ഇതര മുഖ്യമന്ത്രിമാർ കൂടി തയ്യാറെടുക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. എം.ജി. മിഥുനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.